അത്ഭുത സാക്ഷ്യമാണ്. ഈ കുടുംബത്തിന്റെ സാക്ഷ്യം അത്ഭുത സാക്ഷ്യം. മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് അവരോട് വന്നിരിക്കുന്നത്, ഡോക്യുമെന്റുമായിട്ട് അവരോട് വന്നിരിക്കുന്നത്. ഈ ഡോക്യുമെന്റുമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുക. എന്നാ ഞാൻ കയറി വന്ന് ഖരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ചേർന്നൊരു ഹാലലൂയ. ഈ കുടുംബം ഒരു അത്ഭുത കുടുംബമാണ്. അത്ഭുത സാക്ഷ്യങ്ങളാണ്. സാക്ഷ്യങ്ങളുടെ ഒരു മാലപ്പടക്കമാണ് ഇതുവരെ ഉള്ളത് മുഴുവൻ. അതിലെ ഒന്നൊന്നും അല്ല, 2-3 സാക്ഷ്യങ്ങളുണ്ട്. പൊട്ടിച്ചോ മാലപ്പടക്കം പൊട്ടിച്ചോ. സ്തോത്രം. ഈ കുടുംബം 5-ാം മാസം ഈ സഹോദരി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്, ഈ കുഞ്ഞ് വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഈ കുഞ്ഞിന്റെ കരളും കുടലും തമ്മിൽ ചേർന്ന് കിടക്കുകയാണ്. കുഞ്ഞിനെ ജീവനോടെ കെട്ടത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. 7-ാം മാസം ഇതിനെ സർജറി ചെയ്തെടുക്കണം, അതിനുശേഷം കുഞ്ഞിനെ ഒരു സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം 1 വർഷം മുമ്പ് ഇവിടെ നടന്ന TVS മീറ്റിംഗിൽ ഇവർ വന്ന് പ്രാർത്ഥിച്ചു. പൂർണ്ണമായി കുഞ്ഞിനെ കർത്താവ് കൊടുത്തു. ഒരു സർജറിയും ഇല്ലാതെ കുഞ്ഞ് പുറത്തു വന്നു. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നത്. വൈഫിൻ്റെ വീട് ഇവിടെ ചിത്തിരപുരത്താണ്, എൻ്റെ വീട് പാലായിലാണ്. അന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഡോക്ടർ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു ഞങ്ങൾ ഫുൾ ട്രീറ്റ്മെൻറ്റ് എറണാകുളത്ത്. 5-ാം മാസം ആയി കഴിഞ്ഞപ്പം കുഞ്ഞിന് സ്കാനിങ് ഉണ്ട്. 3, 5, 7 സ്കാനിങ് ഉള്ളത്. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ കൊച്ചിൻ്റെ കരളും കുടലും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുവാണ് സ്കാനിങ്ങിൽ. അപ്പം ഡോക്ടർ എന്തോ പറഞ്ഞേ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ജീവനോടെ കിട്ടണമെങ്കിൽ നേരത്തെ 7-ാം മാസത്തിലൊരു സ്കാനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 7-ാം മാസത്തിൽ തന്നെ സർജറി ചെയ്യണം. ആദ്യം എനിക്ക് സർജറി ചെയ്യണം. സർജറി ചെയ്തിട്ട് കുഞ്ഞിനെ പുറത്തെടുത്തിട്ട് കുഞ്ഞിന് ഒരു സർജറി ചെയ്തെങ്കിൽ മാത്രമേ കുഞ്ഞ് രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഏത് ഹോസ്പിറ്റലാണ് പറഞ്ഞേ? കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഡോക്ടർ മേരി ജോർജ് ആണ് പറഞ്ഞത്. അങ്ങനെ വലിയൊരു പ്രയാസത്തിലാണോ നിങ്ങൾ? 1.5 ലക്ഷം രൂപയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് വേണം. അത് ചെയ്തിട്ട് കൊച്ചിൻ്റെ കരളും കുടലും തമ്മിൽ വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് പിന്നെ തുടർന്ന് ജീവിക്കാനൊക്കെ ആയിട്ട് കാര്യങ്ങൾ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം 7 മാസത്തിൽ ഞങ്ങൾ ഇവിടെ മീറ്റിംഗ് ഉണ്ടെന്ന് പപ്പ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു. അപ്പം ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നു മീറ്റിങ്ങിന്. തോമസ് ഉണ്ണി ബ്രദറായിരുന്നു പ്രഹീൽ ചെയ്യുന്നത്. അപ്പം ടൗണിൽ വെച്ചായിരുന്നു മീറ്റിംഗ്. അപ്പം ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ബ്രദറും പിന്നെ കുറേ ബ്രദർമാരുണ്ടായിരുന്നു പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾ 7-ാമത്തെ മാസത്തിൽ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി. സ്കാനിങ് റിപ്പോർട്ടിൽ ഒരു കുഴപ്പമില്ല, കുഞ്ഞിന് സൗഖ്യം നേടി കർത്താവ് സൗഖ്യം തന്നു. ആ കുഞ്ഞാണോ ഇത്? കുഞ്ഞാത്. എന്നാൽ അവൻ്റെ മുഖം ഒന്ന് തിരിഞ്ഞ് എല്ലാവരും ഒന്ന് കാണട്ടെ. ആഹാ, ഇനിയും സാക്ഷ്യങ്ങളുണ്ട്. അത് അത്ഭുത സാക്ഷ്യം. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞിന് ചെവി കൂടെ ചെറിയ പഴുപ്പ് വന്നു. അത് നമ്മുടെ ഇടപ്പള്ളി മീറ്റിങ്ങിൽ ഇവർ ചെന്നു. അന്ന് തങ്കുവർ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ സൗഖ്യമായി. അതിനുശേഷം ഈ കുഞ്ഞിന് 2 കിഡ്നിയും പോയെന്ന് ഡോക്ടർമാർ സ്കാൻ ചെയ്ത് പറഞ്ഞു. അത് എത്ര മാസം? അത് 7-ാം മാസം തൊട്ട് സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 കിഡ്നിക്കും വീക്കാണ്, 1 കിഡ്നിക്ക് തീർത്തും വളർച്ച കുറവാണെന്ന് ഡോക്ടർ വിധി എഴുതി. എന്ന് പറഞ്ഞാൽ ഗർഭത്തിലായിരിക്കുമ്പോൾ. അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് സ്കാനിങ്ങിലൂടെ നമുക്ക് ചിലപ്പം കൊച്ചു വളർന്നു വരുന്ന സമയമായതുകൊണ്ട് ചിലപ്പം കംപ്ലീറ്റ്ലി റിസോൾവ് ആയി കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കൊച്ചുണ്ടായി കഴിഞ്ഞിട്ടും ഈ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആണോ ഈ റിപ്പോർട്ട്? അപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഈ ഗാമ സ്കാനിങ്ങിനുള്ള സംവിധാനമില്ല. അതുള്ളത് ലൂർദ് ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു CDRCയിലാണ് ഉള്ളത്, റിസർച്ച് സെൻ്ററിലാണുള്ളത്. ഞങ്ങളത് കഴിഞ്ഞിട്ട് കൊച്ചിന് 2.5 മാസം ആയി കഴിഞ്ഞപ്പോഴാണ് കല്ലൂർ വെച്ച് കാർണിവൽ ഓഫ് ജോയ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അന്ന് ചെവിയിൽ നിന്ന് പഴുപ്പും ചോരയൊക്കെ വരുമായിരുന്നു കൊച്ചിൻ്റെ. അപ്പോൾ ഡോക്ടർമാർ പറയുമായിരുന്നു ഇത് തലച്ചോറിലേക്ക് കയറി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവും, പ്രോബ്ലം ഉണ്ടാവുമെന്ന്. അന്ന് അവിടെ വെച്ച് അത് എടപ്പള്ളിയിലെ മീറ്റിങ്ങിന് വെച്ച് കാർണിവൽ ഓഫ് ജോയ് കഴിഞ്ഞ് അന്ന് കിഡ്നിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2 കിഡ്നിയും കാർണിവൽ ഓഫ് ജോയിൽ വെച്ച് ബ്രദർമാരും എല്ലാം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടപ്പള്ളിയിലെ മീറ്റിങ്ങിന് വെച്ച് കുഞ്ഞിന് ചെവിയിൽ ഇങ്ങനെ പഴുപ്പുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ബ്രദറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. ആ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് 2 കുഞ്ഞു പിള്ളേരാണ് പ്രാർത്ഥിച്ചത്. 2 പിള്ളേർ മോൻ്റെ വയറിൽ തൊട്ട് പ്രാർത്ഥിച്ചു, ചെവിയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ചെവിയിൽ പഴുപ്പും ചോരയും ആ സമയത്ത് തന്നെ നിന്നു. അന്ന് യുവജന സഖ്യത്തെ കുട്ടികളുടെ മീറ്റിംഗ് ആയിരുന്നു ഞായറാഴ്ച, കാർണിവൽ ഓഫ് ജോയ് കഴിഞ്ഞിട്ട്. അത് അന്ന് തങ്കു ബ്രദറിൻ്റെ കയ്യിൽ കൊച്ചിനെ കൊടുത്തു. മീറ്റിംഗ് ഇരുന്ന 2 പിള്ളേരെ മാത്രം സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ആ പിള്ളേരെ കൊണ്ട് കൈവച്ച് പ്രാർത്ഥിപ്പിച്ചു. തങ്കു ബ്രദർ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് പ്രാർത്ഥിപ്പിച്ചത്. കുഞ്ഞ് പ്രാർത്ഥിച്ച് കയ്യിലേക്ക് തന്നു. നിങ്ങൾ സ്കാനിങ് എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞങ്ങൾ പോയി സ്കാനിങ് ചെയ്യുന്നു. സ്കാനിങ് റിസൾട്ടിൽ ഈ റിസൾട്ട് പറയുന്നു, ഡോക്ടർ പറയുന്നു കുട്ടിയുടെ 2 കിഡ്നിയും പൂർണ്ണമായിട്ടും വളർച്ചയെത്തിയാണ്, 2ഉം സെയിമാണ്, ഒരു കുഴപ്പമില്ല.
ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. സ്തോത്രം. അനുഗ്രഹിച്ചു തന്ന ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ് ഈ കുഞ്ഞ്. ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. ഞങ്ങളത് എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സ്കാൻ റിസൾട്ടുമായിട്ട് ഞാൻ വന്നത്. ഇങ്ങനെ ഞങ്ങളെപ്പോലെ അനേക പേര് ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ല മറ്റെന്ത് ദിവസങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സാക്ഷിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ, നിങ്ങൾ വിശ്വസിക്കുക. ആര് പ്രാർത്ഥിക്കുന്നല്ല, നിങ്ങൾ വിശ്വസിക്കുക. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് അതിനുള്ള സൗഖ്യം കിട്ടി, വിടുതൽ, അത് നിങ്ങളുടെ മുമ്പിൽ സാക്ഷിക്കുന്നു. നിങ്ങൾ അതുപോലെ ചെയ്യുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഇവരുടെ സാക്ഷ്യം കേൾക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാൻ പോവാ. ബ്രദറെ, ഇന്ന് പകൽ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ കൈകളാൽ കർത്താവ് രോഗികളെ ഇവിടെ സൗഖ്യമാക്കാൻ പോകും. വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. നിങ്ങളെ കർത്താവ് തൻ്റെ വേലയ്ക്കായി ഉപയോഗിക്കാൻ പോവുക. നിങ്ങൾക്ക് തന്ന ഈ വിടുതൽ അനേകരോട് പറയണം. നിങ്ങളെ കർത്താവ് വിടുവിച്ചെങ്കിൽ ലോക രാജ്യങ്ങളിൽ പറയണം, എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. സഹോദരി ഇപ്പം വിളിച്ചു പറഞ്ഞില്ലേ, അത്രയേ ഉള്ളൂ പ്രസംഗം. ഒത്തിരി പേര് തിയോളജി പ്രസംഗിക്കുന്നുണ്ട്, ഒത്തിരി പേര് അതും ഇതൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. ഞങ്ങളെ വിടുവിച്ചത് നിങ്ങളെ വിടുവിക്കുന്നു. ഇപ്പം സിസ്റ്റർ പറഞ്ഞില്ലേ, അത്രയേ ഉള്ളൂ സുവിശേഷ വേല. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ വചനത്തിനാണ് എല്ലാ പ്രസംഗങ്ങളെക്കായാലും ശക്തി. കരം അടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ അത്ഭുത കരം എല്ലാവരും